ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജാഗിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്നതേ ഒരു കാര്യം പറയാനാണ്. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു സിറത്തിനെ കുറിച്ച് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇട്ടപ്പം വളരെ യൂസ്ഫുള്ളായി തോന്നിയുകൊണ്ടാണ് ഞാൻ ഇട്ടത്. പക്ഷേ മക്കളെ, ഇപ്പം എനിക്ക് ചെറുതായിട്ട് പണി കിട്ടിയത് കാരണം ഞാൻ നിങ്ങളെ അറിയിക്കണമല്ലോ, അത് കാരണം ഞാൻ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഡോക്ടർ ആഷലിൻ്റെ ഈ സിറമില്ലേ, ഈ ഫേസ് സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ റീസെൻ്റ്ലിയാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ ഇപ്പം ഞാനത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നോക്കിക്കേ, എൻ്റെ ഫേസിൽ മൊത്തം പിമ്പിൾസ് വരാൻ തുടങ്ങി. ആദ്യം ഞാൻ ഓർത്ത് വേറെ എന്തിൻ്റെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഇത് സെയിം തന്നെ. ഇതാണ് അതിൻ്റെ കാരണം ഞാനിത് അപ്ലൈ ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പിമ്പിൾ വരും. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും നിന്ന് ഇപ്പം ഞാൻ 2 ആഴ്ച അത് നോക്കിയതിന് ശേഷം കേട്ടോ അതിങ്ങനെ ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത്. പക്ഷേ സെയിം ബ്രാൻഡ്, സെയിം കണ്ടൻറ്റും എല്ലാം ഉള്ള സിറോ വാങ്ങി ഞാൻ. നമ്മുടെ ഈ യൂട്യൂബിൽ നമ്മുടെ ഈ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു പിമ്പിൾസ് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തരുടെ സ്കിൻ അനുസരിച്ചാണെന്ന്. ചില സമയത്ത് എന്താ ഇപ്പോൾ എനിക്കും വന്നു കേട്ടോ. അത് കാരണം പക്ഷേ ഇത് വൈറ്റനിങ് എഫക്റ്റ് ഉണ്ട്, പക്ഷേ കുരു വരാൻ തുടങ്ങി. അത് കാരണം ഞാൻ നിർത്തി മക്കളെ. പക്ഷേ ഇതുകൊണ്ട് ഇത് എത്രയും യൂസ് ചെയ്തു, പക്ഷെ പണി കിട്ടിയതുകൊണ്ട് ഞാൻ നിർത്തി. പിന്നെ വേറെ എന്നോട് വിശേഷം, അത് കാരണം നിങ്ങൾ എല്ലാവരുടെ സ്കിന്നിന് സപ്പോർട്ട് അനുസരിച്ചിട്ട് യൂസ് ചെയ്യാവുള്ളൂ. ഞാനിത് നിർത്തി, കാരണം വലിയ ക്യാമില്ലെന്ന് തോന്നി. പിന്നെ വേറെ എന്നോട് വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? അതുകൊണ്ടോ നമ്മുടെ വാൾപേപ്പർ നോക്കിക്കേ, ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയതാട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല രസമായി തോന്നി. ഇവിടെ നിന്നങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പുതിയ റൂമിലേക്ക് വന്ന് ഇവിടെ ഒന്ന് സെറ്റാകുവാണ്. ഓരോരോ ദിവസം ഓരോരോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഹോം ടൂർ കാണിക്കാം കേട്ടോ. പിന്നെ എന്നും വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. ഇന്നും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ എപ്പോഴും നമ്മുടെ യൂട്യൂബിൽ വൈറ്റനിങ് എന്ന് പറഞ്ഞ ഓരോ വീഡിയോ ഇടാറുണ്ട്. പക്ഷേ വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ഈ നിറത്തിലൊന്നും ഒരു കാര്യമില്ല. കാരണം ആദ്യം എനിക്കും ഭയങ്കര അപകർഷതാബോധമുള്ളൊരു വ്യക്തിയായിരുന്നു കേട്ടോ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് നല്ല നിറം കുറവായിരുന്നു. അപ്പം ഭയങ്കര വിഷമമായിരുന്നു. കാരണം എൻ്റെ ചേച്ചി നന്നായിട്ട് വെളുത്തായിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മമ്മീനോട് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മമ്മി എന്തിനെന്നെ പ്രസവിച്ചപ്പം കറുത്തുണ്ടാക്കിയേ, ചേച്ചി എന്നെ അത് വെളുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ മമ്മീനെ വെറുതെ കിടന്ന് പുറകെന്ന് ചൊറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുക. പക്ഷേ വേറൊരു കാര്യമുണ്ട്, യാഥാർത്ഥ്യങ്ങൾ പിന്നെയാണ് മനസ്സിലാക്കുക കേട്ടോ. നിറത്തിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പക്ഷേ ബുദ്ധിയില്ലാത്ത കുറേ പേരുണ്ട് കേട്ടോ ഇപ്പോഴും. ഈ കറുപ്പ് വെളുപ്പെന്ന് പറഞ്ഞിട്ട് ബോഡി ഷെയിം നടത്തുന്നവരും കുത്തി നോവിക്കുന്നവരും ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്, അനുഭവത്തിലുമുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഏശില്ല മക്കളെ. ഇപ്പം എല്ലാം ഞാൻ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം ബി പോസിറ്റീവ്. പിന്നെ എന്താ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് യൂട്യൂബിൽ ഞാൻ ഇടുന്ന ഈ വൈറ്റനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സിൻസിയറായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 10-30 വയസ്സിന് മുകളിലായി. അതിന് മുമ്പ് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വെളുക്കണം എന്നുള്ള ചിന്ത വിചാരിച്ച് ഇരുന്ന വ്യക്തിയാണ് ഞാൻ. എന്നെപ്പോലെയുള്ള കുറേ പേരുണ്ടാവും, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഒരു സമയമാകുമ്പോഴേ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ ഇമ്പ്രൂവ് ആകും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ജനറ്റിക്കൽ ഭാരമായിട്ട് നമ്മുടെ അപ്പൻ്റെ അമ്മേൻ്റെയും കളറൊക്കെ നമുക്കും കിട്ടത്തുള്ളൂ. പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മളിങ്ങനെയൊക്കെ ചെയ്യും, പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല മക്കളെ. നമ്മുടെ മനസ്സാണ് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് വിചാരിക്കുക. ചെയ്യൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബളബളാന്നടിക്കുന്നില്ല. ചെയ്യൂ. ബൈ. ചെയ്യൂ.